ഹായ് ഹലോ എല്ലാവർക്കും ഷെറസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്, പനീർ ലഡ്ഡു. ഇത് ഉണ്ടാക്കാൻ ആദ്യം പനീർ ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പനീറാണ്. അപ്പോൾ ആ പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ലിറ്റർ പാലും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വയ്ക്കുക. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ വിനാഗിരി ചേർക്കണേ. അപ്പം ആദ്യം പാല് നന്നായി തിളപ്പിക്കുക. തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാല് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിക്കാം. ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ജസ്റ്റ് ഇങ്ങനെ കട്ടിയായിട്ട് പിരിഞ്ഞ് വരും. കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്കത് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ വിനാഗിരി ഈ സമയത്ത് ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. കണ്ടില്ലേ, വരുന്ന പനീറായി തുടങ്ങുന്നുണ്ട്. പാല് പിരിയുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വരും. സെപ്പറേറ്റ് വെള്ളവും പാല് പിരിഞ്ഞതും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇനി നമുക്കിത് ഒരു തുണിയിൽ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പനീറാണ് നമുക്ക് കിട്ടിയത്. ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ വേണം നമ്മളിത് അരിച്ചെടുക്കാൻ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പനീർ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ആദ്യം അതിലെ വെള്ളം അരിച്ച് മാറ്റി, അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല വെള്ളം, സാധാരണ തണുത്ത വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ചൂടുണ്ടാവും, കുറേശ്ശെ പതുക്കെ വേണം പിഴിഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പനീർ നമുക്ക് റെഡിയായി കിട്ടി. നമുക്കിനി പനീർ ലഡ്ഡു ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിന് വേണ്ട സാധനങ്ങളാണ് പനീർ, പാൽപ്പൊടി കുറച്ച് മതി, ഒരു 2-3 ടേബിൾ സ്പൂൺ. പിന്നെ പഞ്ചസാര 1/2 കപ്പ്, പാല്, നെയ്യ്, പാൽ 1 കപ്പ്, നെയ്യ് ഇത്രയാണ് വേണ്ടത്. അത് നമുക്കൊരു പാൻ ചൂടാവാൻ വയ്ക്കാം. അതിലേക്ക് നെയ്യ് ഒഴിക്കാം. രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല പനീർ ലഡ്ഡു ഉണ്ടാക്കാൻ. നന്നായിട്ട് ചൂടാവണം.
ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം. അതൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിയണം. പാൽപ്പൊടി, ഞാനിവിടെ മധുരമുള്ള പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത്. കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കുറേശ്ശെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അപ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കുക. കണ്ടില്ലേ, കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മളത് ഇട്ട് കൊടുക്കാൻ. ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന പനീറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ പനീർ ഉണ്ടാക്കിയിട്ടാണ് പനീർ ലഡ്ഡു ഉണ്ടാക്കുന്നത്. അല്ലാണ്ടെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയോ വേണം. ഇനി നമുക്ക് പനീർ ചേർക്കാം. പനീർ ചെറുതായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇടുക. എല്ലായിടത്തുമായിട്ട് ഇങ്ങനെ വിതറി ഇടുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കണം. ഒരു ചെറിയ ബൗളിൽ ഉള്ള പനീറേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇളക്കുക. മധുരം എല്ലായിടത്തും പറ്റണമല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം കണ്ടില്ലേ, അതിൻ്റെ കുറേ നേരം ഞാൻ ഇളക്കിയിട്ടാണ് അതിൻ്റെ ആ പാലെല്ലാം വറ്റിപ്പോയത്. അത് നല്ല ഡ്രൈ ആവണം. ലഡ്ഡു എന്ന് പറയാൻ അറിയാലോ, നമുക്ക് വാട്ടർ ആയാൽ വാട്ടർ കണ്ടൻസ് ആണെങ്കിൽ നമുക്കത് ഉരുട്ടാൻ പറ്റില്ലല്ലോ. അതുപോലെ നല്ല ഡ്രൈ ആയിട്ട് അത് വെള്ളം ഫുൾ പാലും വെള്ളം അതിനകത്ത് ആ വെള്ളവും വറ്റണ രീതിയിൽ നന്നായിട്ട് അത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം നമുക്ക് ഇതുപോലെ അത് കിട്ടും. അത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് നമുക്കിനി അത് ചൂടാറി കഴിയുമ്പോൾ ഉരുട്ടാം. ചൂടോടെ തന്നെ ഉരുട്ടണമെന്നൊന്നുമില്ല. ചൂടാറി കഴിഞ്ഞിട്ട് ചെറിയൊരു ചൂടോടെ കൂടിയ അല്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. അതുപോലെ ബൗൾസ് ആക്കുക, ചെറിയ ബൗൾ. അത് നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടാം. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ള അതുകൊണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കുകയാണ്. കണ്ടില്ലേ, പനീർ ഉണ്ടാക്കണ കുറച്ച് താമസമേ ഉള്ളൂ, ബാക്കി എളുപ്പമാണ്. പിന്നെ നമ്മൾ പാൽ ഒഴിച്ച് അതിൻ്റെ പാല് വറ്റണ വരെ നമ്മൾ ഇളക്കുക. ഈ രണ്ട് പണിയാണ് ഇതിനകത്തുള്ളത്. ബാക്കി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ ഉരുളകളാക്കി വെക്കുക.
മേടിക്കണ പനീറാണെങ്കിൽ അത് ചെറുതായിട്ട് പൊടിച്ചിട്ട് ചേർത്താൽ മതി, അത് ശ്രദ്ധിച്ചാൽ മതി. കയ്യിൽ നെയ്യ് പുരട്ടിയ കാരണം കയ്യിൽ ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഞാനതെല്ലാം ഉരുട്ടിയേക്കാണ്. ഇതിലേക്ക് ചെറിയുടെ ഒരു പീസ് വെച്ച് നമുക്ക് അലങ്കരിക്കാം. ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് അതിൻ്റെ മുകളിൽ വെക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്, അല്ലാണ്ടും കഴിക്കാം. അപ്പം നമ്മുടെ പനീർ ലഡ്ഡു റെഡിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.